എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് അട്ടപ്പാടിയിലാണ്. അഗളി അട്ടപ്പാടി എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ്, നരസിമുക്ക് വ്യൂ പോയിന്റ് കാണാനായിട്ടാണ് പോകുന്നത്. അഗളി സെൻട്രലിൽ നിന്ന് തന്നെ ഏതാണ്ട് 4-5 കിലോമീറ്റർ മാത്രം ഉള്ളിൽ പോയാൽ മതി. PWD റെസ്റ്റ് ഹൗസിന്റെ സൈഡിൽ കൂടി തുടങ്ങുന്നതാണ് ഈ വഴി. മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൽ നിന്ന് PWD റെസ്റ്റ് ഹൗസിനോട് ചേർന്നാണ് ഈ റോഡ് മുകളിലേക്ക് പോകുന്നത്. നമ്മളൊരു കയറ്റം കയറിയാണ് പോകുന്നത്. ഒരു മലയുടെ മുകളിലേക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ മലനിരകളും അതുമാതിരി ചെടികളും മരങ്ങളെല്ലാം വന്ന് വളരെ ഭംഗിയുള്ളൊരു വഴിയാണ്. റോഡും നല്ലതാണ്. മണ്ണാർക്കാട് തന്നെ അഗളിയിലെ പല സ്ഥലങ്ങളും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അഗളി അട്ടപ്പാടിയിലെ വ്യൂ പോയിന്റ്സ്, എല്ലാ വ്യൂ പോയിന്റ്സും പോയ വ്യൂ പോയിന്റ്സ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് പുറകെയായിട്ട് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നരസിമുക്ക് വ്യൂ പോയിന്റ് ആണ്. മഴക്കാലമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ പോയത്. അങ്ങനെ നരസിമുക്ക് വ്യൂ പോയിന്റിന്റെ അടുത്തെത്തി. ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമൊന്നുമില്ല, റോഡ് സൈഡിൽ തന്നെ നിർത്തണം. ഇവിടെ ഒരു ചെറിയ ഒരു പെട്ടിക്കടയുണ്ട്. അത് ഞങ്ങൾ പോയെന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ സൈഡിൽ കൂടിയുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. ഏതാണ്ട് ഒരു 1-1.5 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ കുന്നിന്റെ മുകളിൽ കൂടെ സ്ലോപ്പായിട്ട് ചെരിഞ്ഞൊരു കയറ്റമാണ് മുകളിലേക്കുള്ളത്. ഞങ്ങൾ പോയത് ഏതാണ്ട് ഒരു 4 മണി സമയത്തായിരുന്നു. 4 മണി സമയത്തും വെയിലിനും കുറവൊന്നുമില്ല. ചുറ്റും കാണാൻ നല്ല കാഴ്ചകളാണ്. നമ്മളേതാണ്ട് മൂന്നാറിലൊക്കെ പോയി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. മൂന്നാറിലൊക്കെ നമ്മൾ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തേയിലത്തോട്ടമൊന്നുമില്ല. ഇത് രണ്ട് ഭാഗത്തും ഫോറസ്റ്റിന്റെ തന്നെ ഏരിയയാണ്. ചുറ്റും മലനിരകളാണ് നമുക്ക് കാണാവുന്നത്. അങ്ങ് ദൂരെ കാണുന്ന വഴിയിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. അവിടെ ദൂരെ കാണുന്ന ആ കുന്നിലാണ് നമ്മൾക്ക് കയറേണ്ടത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും രേഖപ്പെടുത്തുക. നടക്കാൻ അല്പ ദൂരമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത്ര വലിയ കയറ്റമൊന്നുമല്ല. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നത്. താഴേക്കുള്ള ഭൂമി നമുക്കിങ്ങനെ തട്ടുതട്ടായിട്ട് കാണാം. നമ്മൾ മൂന്നാർ വട്ടവടയെല്ലാം പോയി കാണുന്ന പോലെയാണ് ഇവിടെ താഴെയുള്ള കാഴ്ചകള്. ഈ വീഡിയോ കാണുമ്പോഴും എനിക്ക് ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായി സൂക്ഷിക്കണം. പ്ലാസ്റ്റിക്കും വേസ്റ്റും നമ്മൾ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കണം. ഇവിടെ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും ശരിക്കും പാലിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അഗളിയിലെ 1-2 വ്യൂ പോയിന്റ്സ് എല്ലാം ഇപ്പോൾ പബ്ലിക്കിനായിട്ടുള്ളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അബന്നൂർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ ഫോറസ്റ്റുകാർ അതവിടെ നിരോധിച്ചിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം പറയുന്നത് തന്നെ, എത്ര പറഞ്ഞാലും അവിടെ വേസ്റ്റ് നിക്ഷേപിക്കുന്നു. അവിടെ സമീപവാസികളുടെ എല്ലാം കംപ്ലൈന്റ് ഉണ്ട്. അബന്നൂർ വ്യൂ പോയിന്റിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വളരെ മനോഹരമായ റോഡാണ് താവളം എന്ന ജംഗ്ഷനിൽ നിന്ന് ഊട്ടിയിലേക്കുള്ളത്, മുള്ളി വഴി. അവിടെയും ക്ലോസ് ചെയ്തിരിക്കുന്നതിന്റെ കാരണം ആ ഫോറസ്റ്റ് എല്ലാം, മുള്ളി ചെക്ക് പോസ്റ്റിന് ശേഷമുള്ള ഫോറസ്റ്റ് എല്ലാം എത്ര പറഞ്ഞിട്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അവിടെ ചെക്ക് പോസ്റ്റ് പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. പരിസരമെല്ലാം സൂക്ഷിക്കാതിരുന്നാൽ നമുക്കിങ്ങനെ കാണാവുന്ന നല്ല വ്യൂ പോയിന്റ്സ് ഓരോന്ന് ഇവര് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ പോയ
പല വ്യൂ പോയിന്റ്സും ഞാൻ വീഡിയോകളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒമല വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്, മാൻലെറ്റ് വാട്ടർഫാൾസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജെല്ലിപ്പാറ വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ഗാന്ധി പാർക്ക്, കൗണ്ടിക്കലുള്ള ഒരു ഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ വ്യൂ പോയിന്റ് ആണ്. കൂടാതെ കാറ്റാടികൾ വെച്ചിരിക്കുന്ന ഒരു കാറ്റാടി പോയിന്റ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലെ മാലിന്യം നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് സമീപ ഭാവിയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ചുറ്റും കാണുന്ന മലനിരകളാണ്. അകളിലുള്ള ഒരു ഹൈറ്റ് കൂടിയ ഒരു സ്ഥലമാണിത്. തിരക്കേറിയ സമയങ്ങളിലെല്ലാം റോഡ് വളരെ ബ്ലോക്ക് ആയിരിക്കുന്നതായിരിക്കും. കാരണം വീതി കുറഞ്ഞ റോഡാണ്. ഒരു വാഹനത്തിന് പോകാവുന്ന വഴിയേ ഉള്ളൂ. ചുറ്റു പോകുന്ന വാഹനത്തിന് നമ്മൾ വൺ സൈഡ് ഏതെങ്കിലും ഒരു വാഹനം നിർത്തി അല്പം ബുദ്ധിമുട്ടി മാത്രമേ സൈഡ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ വർഷക്കാലത്താണ് പോകുന്നുണ്ടെങ്കിൽ ഈ മണ്ണിട്ട വഴിയാണ് ഇവിടെ സ്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വർഷക്കാലത്തായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി പച്ചപ്പ് വിരിഞ്ഞ പോലെ നമുക്ക് കാണാമായിരുന്നു. കാരണം ഇപ്പോൾ മഴക്കാലമെല്ലാം കഴിഞ്ഞ് അല്പം കഴിഞ്ഞുകൊണ്ട് തന്നെ പുല്ലൊക്കെ അല്പം ഉണങ്ങിയൊക്കെയാണ് കിടക്കുന്നത്. ഈ നരസിംഹ വ്യൂ പോയിന്റിലേക്ക് കയറാനും ഉള്ള വഴി ഞാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇതിന് കൃത്യമായ ഒരു ഘടന മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ള വീഡിയോകളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഏതാണ്ട് അത്ഭുതം നടക്കണം എന്ന് മാത്രമാണ് പറയാറ്. ഞാൻ ആ നടക്കുന്ന വഴി ഏതാണ്ട് പൂർണ്ണമായിട്ടും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് നരസിംഹ വ്യൂ പോയിന്റിന്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് അല്പം കൂടി അവിടെ ദൂര മരങ്ങൾ കാണുന്ന കാടിന്റെ ഭാഗത്തേക്ക് കൂടി അല്പം നമുക്ക് കയറാം. പക്ഷെ അവിടെ നിന്ന് കാണുന്ന കാഴ്ച ഏതാണ്ട് സെയിം തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. ആ കുന്നിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഭാഗത്ത് അല്പം പരന്ന സ്ഥലമാണ്. നമുക്ക് അങ്ങനെ 360 ഡിഗ്രിയിൽ കാണാവുന്ന ഒരു ഏരിയയാണിത്. നല്ല കാറ്റാണ് ആ ഏരിയയിൽ. ഹൈറ്റ് കൂടിയതുകൊണ്ട് തന്നെ ആയിരിക്കാം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിന്റെ ശബ്ദത്തില് നമ്മൾ ക്ലിയർ ആയിട്ട് കേൾക്കാൻ തന്നെ കഴിയാത്ത പോലെയുള്ള കാറ്റാണ് അവിടെ. നമുക്ക് അല്പനേരം ഇതിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. അതിനുശേഷം നമുക്ക് തിരിച്ചിറങ്ങാം. ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വളരെ വിശദമായി തന്നെ ഈ വീഡിയോകൾ ഇങ്ങനെ കാണിക്കുന്നത്. കാരണം ഈ സ്ഥലത്ത് വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീഡിയോ കണ്ടാൽ നമ്മളിവിടെ വന്ന് നേരിട്ട് കണ്ടൊരു അനുഭവം ഉണ്ടാവും. ഞങ്ങൾ ഈ പോകുന്ന പല സ്ഥലങ്ങളും നേരിട്ട് പോകാൻ കഴിയാത്തവര് ഞങ്ങളോട് നേരിട്ട് തന്നെ പറയാറുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ കൂടി സഞ്ചരിച്ചൊരു അനുഭവം ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കേരളത്തിന്റെ മനോഹരമായ സ്ഥലങ്ങള് കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും
സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് അഗളി, അട്ടപ്പാടി. അതുപോലെ തന്നെ അട്ടപ്പാടിയിലുള്ള ഈ നരസിമുക്ക് വ്യൂ പോയിന്റ്. രാവിലെയോ വൈകുന്നേരമോ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സൂര്യോദയവും അതുമാതിരി അസ്തമയവും എല്ലാം കാണാനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ പോയത് ഏതാണ്ട് ഒരു 4 മണിയോട് അടുത്തായതുകൊണ്ട് തന്നെ നമുക്കത് രണ്ടും കാണാനായിട്ട് സാധിക്കില്ല. ഞങ്ങളങ്ങനെ പതുക്കെ തിരിച്ചിറങ്ങി തുടങ്ങി. ഞങ്ങള് തിരിച്ചിറങ്ങുന്ന സമയത്താണ് അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങിയത്. ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടു. ഞങ്ങളിങ്ങോട്ട് പോയത് PWD ഗസ്റ്റ് ഹൗസിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് അല്പം ഇന്റീരിയർ റോഡിൽ കൂടെ, 4 വീൽ ഡ്രൈവ് മാത്രം പോകുന്ന റോഡിൽ കൂടെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഞങ്ങൾ ഓക്സി വാലി റിസോർട്ടിന്റെ മുന്നിൽ കൂടെയാണ്. ഓക്സി വാലി റിസോർട്ടിന്റെ മുൻപിൽ നിർത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ മൂന്നാറിലൊക്കെ ചെന്ന് നിന്ന് കാണുന്ന പോലെയുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. നമ്മളങ്ങനെ ഇറങ്ങി മെയിൻ റോഡിലെത്തി. മെയിൻ റോഡിന്റെ ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ട് അടച്ചിരിക്കുന്നത്. ഇങ്ങനെ മണ്ണിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വാഹനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട്, അവിടെ പാർക്ക് ചെയ്താൽ ഒരു പക്ഷേ അപകടം ഉണ്ടാകാൻ കൂടി സാധ്യതയുള്ളതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ 4 വീൽ ഡ്രൈവ് മാത്രം പോകുന്ന ഒരു വഴിയിൽ കൂടെ ഇറങ്ങി. ഇപ്പോൾ നിൽക്കുന്നത് ഓക്സി വാലി റിസോർട്ടിന്റെ മുൻഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ വാഹനം നിൽക്കുന്നതിന്റെ വലത് സൈഡിലുള്ള ഭാഗത്താണ് ഓക്സി വാലി റിസോർട്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്ന കാഴ്ചകൾ. ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ കോട്ടത്തറ എന്ന ഭാഗത്തേക്കാണ് എത്തുന്നത്. അകളിൽ നിന്ന് ആനക്കട്ടി പോകുന്ന റോഡിൽ കോട്ടത്തറയിലേക്കാണ് നമ്മൾ ചെന്ന് ചേരുക. കാറുകൾക്ക് പോകാൻ അല്പം ബുദ്ധിമുട്ടാണ്. ചില സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പല സ്ഥലത്തും വളരെ മോശമായ റോഡാണ്. കാറെല്ലാം പോയി കഴിഞ്ഞാൽ അടി തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ റിസോർട്ടിന്റെ മുൻഭാഗം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളോട് കൂടിയിട്ട് ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.